കോമഡിയാണെങ്കിലും സീരിയസ് ആണെങ്കിലും വളരെ ഗംഭീരമായിട്ട് മുപ്പത്തേരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? കോമഡി നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉർവശി നല്ല ഗംഭീരമായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. ധ്യാൻ ശ്രീനിവാസൻ കുഴപ്പമില്ല, നല്ല അവർ നല്ല നല്ല പേരാണ്. അത് കുഴപ്പമൊന്നുമില്ല. അച്ഛനും മകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ കുറച്ചുകൂടി നിലവാരം കൂട്ടാമെന്ന് തോന്നി സിനിമ കണ്ടപ്പോൾ. കോമഡിയാണ് ഫസ്റ്റ് ഹാഫിലല്ല. അത് ഉർവശി വേണ്ട നന്നായി ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് മുകേഷ് ഒരു കൺസർവേറ്റീവ് ബ്രാഹ്മണായിട്ട് അഭിനയിക്കണം, ബ്രാഹ്മണിസത്തിൽ കാണിക്കുന്നത്. പിന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. സൈനെല്ലാം ക്ലൈമാക്സിലുണ്ട്. ധ്യാനായാലും ദുർഗ എന്നുള്ള കോമ്പിനേഷനാണ്. സിനിമയുടെ നിലവാരം കുറച്ചുകൂടി കൂട്ടാമായി. ആ ഒരു നെഗറ്റീവ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഫാദർ സൺ നന്നായി ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി നിലവാരം കൂട്ടാമെന്ന് വന്നത് എബോ ആവറേജ് മൂവിയാണ്, കണ്ടിരിക്കാം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് കോമഡിയാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സെൻറ്റിമെൻറ്റ്സുണ്ട്. പടം കണ്ടിരിക്കാം. പടം വിശാഖ് ഖാൻ്റെ വെറൈറ്റി ഒരു സ്റ്റോറിയാണ്. അയ്യറിൻ അറബിയ എന്ന് പറയുന്നത്. അത് ഒരു അയ്യര് കുടുംബം, കഥ പറയാനില്ല, എന്നാലും ഒരു അയ്യര് കുടുംബം ഒരു മുസ്ലിം ഫാമിലി തമ്മിലുള്ള സ്റ്റോറി. ദുബായിൽ നടക്കുന്ന നല്ല കോമഡി ഉണ്ട്. പിന്നെ അടിപൊളി മേക്കിംഗ് ആണ്. ഉർവശി ചേച്ചി, പിന്നെ കൂടാതെ മുകേഷ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഷൈൻ ടോമും ധ്യാൻ ശ്രീനിവാസനൊക്കെ പൊളിച്ചിട്ടുണ്ട്. കൊള്ളാം.